തുടക്കം നല്ലതല്ലേ, ഒടുക്കം നല്ലതാകും. നിരാശപ്പെടരുത്. ഇപ്പോൾ നിന്റെ സ്ഥിതി അത്ര നല്ലതല്ല. ഇപ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. അവൻ ജനിച്ചു വളർന്ന ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത അനുഭവത്തിൽ വന്നു. യാക്കോബിനെ പോലെ ഒടുക്കം നല്ലതാകാൻ പോകുക. നീ മാത്രമല്ല, നിന്റെ അടുത്ത തലമുറ വരെയും അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ പണിയുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 35:12. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു. യാക്കോബിന് ഒരു വാഗ്ദത്വം വരികയാണ്. ആ യാക്കോബിൻ്റെ കുറേ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പഠിച്ചത്. പുള്ളിക്കാരത്തിയുടെ ഭാര്യ മരിച്ചതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സഹോദരനുമായിട്ട് വഴക്കിട്ട അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. താൻ കല്യാണം കഴിക്കാൻ പെടാപ്പാട് മുഴുവനും പെട്ടതിനെക്കുറിച്ച്, 7 വർഷമൊക്കെ കാത്തിരുന്നതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരുപാട് കഷ്ടത്തിലൂടെ താൻ കടന്നുപോയ അനുഭവങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ യാക്കോബിൻ്റെ ദൈവം എന്ന് അനേക പ്രാവശ്യങ്ങൾ പറയുമ്പോഴും ഈ കഷ്ടത്തിലൂടെ കടന്നുപോയ ഭക്തൻ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം. ഇസഹാക്ക് തൻ്റെ അപ്പനാണ്, കണ്ണ് കണ്ടുകൂടാത്ത അപ്പൻ. അപ്പൻ്റെ തുടക്കം നല്ലതായിരുന്നു. അപ്പൻ്റെ തുടക്കം എന്താ? അബ്രഹാമിൻ്റെ ചിരിപുത്രനായി, ചിരിക്കുടുക്കയായി ജനിച്ചു. തറയിൽ വയ്ക്കാതെ സാറ കൊണ്ടു നടന്ന് വളർത്തി, വലുതാക്കി, അഭ്യസിപ്പിച്ചു. നല്ല ഭക്തിയും നല്ല ഭയവും നല്ല ദൈവകൃപയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ സംരക്ഷണം ലഭിച്ചു. ഒന്നും ഇസഹാക്കിനെ കുറിച്ച് തെറ്റൊന്നും പറയാൻ നമുക്കില്ല. നല്ല കുടുംബജീവിതമായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പക്ഷെ ഒടുവിൽ താൻ ദുഃഖിച്ചു. എന്താ ഒടുവിൽ ദുഃഖിച്ചത്? മക്കൾ തമ്മിലടിക്കുന്നത് കണ്ട് ദുഃഖിക്കേണ്ടി വന്നു. ഭാര്യ അതുവരെയും വിശ്വസ്തയോടെ നിന്നിട്ട് ഏറ്റവും ഒടുവിൽ കണ്ണു കണ്ടുകൂടാതായപ്പോൾ മുതലെടുക്കുന്നത്. കാഴ്ചയുണ്ടായിരുന്ന സമയത്തിൽ അവൾ ഇഞ്ച് മാറത്തില്ലായിരുന്നു. പക്ഷെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോൾ മക്കളെ കൂട്ടിയടിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അവൾ ഒരുക്കി. അവളുടെ ബുദ്ധിയില്ലായ്മ. അങ്ങനെ ദുഃഖം അദ്ദേഹത്തെ തേടി വന്നു. മക്കളെക്കുറിച്ച് എനിക്കിപ്പോൾ ദുഃഖിക്കാനില്ല. കാരണം ഒരുവൻ വീട്ടിൽ നിന്ന് പോയി, വേറൊരുവൻ എനിക്കൊന്നും തന്നില്ല, എല്ലാം അവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ എപ്പോഴും കുത്തുവാക്ക്. ഭാര്യ പലപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ കൊച്ചിനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. രണ്ടും തൻ്റെ കൊച്ചാണ് എങ്കിലും അങ്ങനെ തുടങ്ങിയുള്ള കണ്ണു കണ്ടുകൂടാതിരിക്കുന്ന അപ്പനെ മുതലെടുക്കുവാൻ യാക്കോബിൻ്റെ കൂടെ നിന്നു. അല്ലെങ്കിൽ അമ്മയ്ക്ക് അവിടെ ഇടപെടായിരുന്നു. മക്കളെ, നീ ചെയ്യുന്നത് ശരിയല്ലടാ. കണ്ണു കണ്ടുകൂടാത്ത നിന്റെ അപ്പനെ നീ വഞ്ചിക്കരുത്, വിശ്വസ്തയോടെ നില്ലടാ, ഇതൊന്നും പറയാതെ. അപ്പോൾ ഇതെല്ലാം ഇസഹാക്ക് കേട്ട് തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം അത്ര നല്ലതല്ല. ആരൊക്കെ ഉണ്ടല്ലോ, ഒരു കാലം നല്ലതായിരുന്നു അല്ലേ? ഒരു കാലം നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ദുഃഖങ്ങളും വേദനകളും നിങ്ങൾ അനുഭവിക്കുന്നു. ഒരു ഇസഹാക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം അത്ര മോശം. പക്ഷെ നമുക്ക് യാക്കോബിലേക്ക് പോകാം. യാക്കോബ് തുടക്കം അത്ര നല്ലതല്ലായിരുന്നു. വീട്ടിൽ തന്നെ ആദ്യമേ അവോയ്ഡ് ചെയ്തു. വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ജ്യേഷ്ഠൻ മസിൽ പവർ ഉപയോഗിച്ച് അവനെ ഒതുക്കി. പയറുപായസമൊക്കെ കൊടുത്ത് ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചുവെങ്കിലും തന്നെ ആരും അംഗീകരിക്കുന്നില്ല. തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല, തൻ്റെ അവകാശമെന്ന് പറയാൻ ഒന്നുമില്ല. ഒരു വടി മാത്രം, ഒരു വടിയും കൊണ്ടാ പോയത് പുള്ളി. അപ്പോഴും അവൻ ആഗ്രഹമുണ്ട്. ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് കിട്ടാൻ, ഒരു പിടി മണ്ണിന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കിട്ടിയില്ലല്ലോ. അവരെന്നെ അടിച്ചിറക്കി. ജനിച്ച മണ്ണിൽ ഒരു പിടി മണ്ണ് തന്നില്ല, ഒരു പിടി മണ്ണ് കിട്ടിയില്ല. ജനിപ്പിച്ച അപ്പൻ്റെ കൂടെയും ജനിപ്പിച്ച അമ്മയുടെ കൂടെയും അവരുടെ മരണം വരെയും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതും നടന്നില്ല. അവരോടിച്ചു, അതും നടന്നില്ല. ജ്യേഷ്ഠനുമായിട്ട്
ഐക്യതയോടുകൂടി അവസാനം വരെ ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്, അതും നടന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ലാബാന്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവൻ അനേക പ്രാവശ്യം ചിന്തിച്ചു, ബിസിനസ് ചെയ്ത് വലിയ നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ചേട്ടനില്ലല്ലോ, അമ്മയില്ലല്ലോ, അപ്പനില്ലല്ലോ, എനിക്കെൻ്റെ നാട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ. ഒരുപാട് കഷ്ടം, ഒത്തിരി ബുദ്ധിമുട്ടുകൾ തൻ്റെ തുടക്കകാലത്ത് അനുഭവിച്ചു. പക്ഷേ ഓരോ പടിപടിയായി താൻ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങി. ഓരോ നഷ്ടപ്പെട്ടു പോയ നന്മകളും താൻ പ്രാപിക്കുവാൻ തുടങ്ങി. സാമ്പത്തികമായി താൻ ഉന്നതവിധിയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. തൻ്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീർന്നു. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ഒടുവിൽ ലാബാനിൽ നിന്ന് സന്തോഷത്തോടൊരു യാത്രയും പറഞ്ഞ് സ്വദേശത്തിലേക്ക് കടന്നു വരുന്നു. ജ്യേഷ്ഠൻ ആദ്യം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ആക്രമിക്കാൻ തക്ക വിധത്തിലൊക്കെ വന്നു. പക്ഷേ ഒടുവിൽ പെട്ടെന്ന് ചേട്ടൻ വന്ന് ആലിംഗനം ചെയ്തു. അവർ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം തീർന്നു. ജ്യേഷ്ഠനോടൊപ്പം സ്നേഹത്തോടുകൂടി ആയിത്തീർന്നു. യാബോക്ക് കടവിൽ കടന്നു വന്നതിന് ശേഷം നീ ഇന്നു മുതൽ ഇസ്രായേൽ എന്നറിയപ്പെടുമെന്നുള്ള വാഗ്ദത്വം അവന് കൊടുത്ത് ദൈവവുമായിട്ട് നല്ലൊരു അഭേദ്യമായൊരു ബന്ധം തനിക്കുണ്ടാക്കിയെടുത്തു. ഒടുവില് ഇന്ന് നമ്മൾ വായിച്ച വാക്യം വരെ ചെന്നെത്തി. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. നീ മാത്രമല്ല, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആമേൻ. തുടക്കം അത്ര ശരിയല്ലായിരുന്നു, പക്ഷെ ഒടുക്കം നല്ലതായി തീർന്നു. തുടക്കം നല്ലതല്ല, തുടക്കം നല്ലതല്ലേ, ഒടുക്കം നല്ലതാകും. നിരാശപ്പെടരുത്. ഇപ്പോൾ നിന്റെ സ്ഥിതി അത്ര നല്ലതല്ല. ഇപ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. ആമേൻ. ജനിച്ചു വളർന്ന ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത അനുഭവത്തിൽ വന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്, യാക്കോബിനെ പോലെ ഒടുക്കം നല്ലതാകാൻ പോകുക. നീ മാത്രമല്ല, നിന്റെ അടുത്ത തലമുറ വരെയും അനുഗ്രഹിക്കത്തക്ക വിധത്തില് പരിശുദ്ധാത്മാവ് നിന്നെ പണിയുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൂത് വിളിച്ചു പറയുന്നു. യെസ്, ഞങ്ങളുടെ തുടക്കം നല്ലതല്ല എങ്കിൽ ഞങ്ങളുടെ ഒടുക്കം നല്ലതാകോ. തുടക്കം കണ്ണുനീരും കഷ്ടവും ബുദ്ധിമുട്ടുമായിരുന്നുവെങ്കിലും ഒടുക്കം ഏറ്റവും നല്ലതായി തീർന്ന ഒരു ഭക്തന്റെ അനുഭവമാണ്.